trouble in a mess. You've been walk on the water. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസും തിരഞ്ഞെടുപ്പുകളും. ഉണ്ണിയേശുവിൽ സ്നേഹമുള്ളവരെ, ഈ ആഗമനകാല ഒരുക്കത്തിൽ ഇന്ന് നമ്മൾ ക്രിസ്തുമസിലെ ഒരു ദൈവിക തിരഞ്ഞെടുപ്പായ കുഞ്ഞു പൈതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ലോകം കാത്തിരുന്ന രക്ഷയുടെ അടയാളമായ ക്രിസ്തു മണ്ണിൽ ജനിച്ചപ്പോൾ സന്തോഷങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ തേങ്ങലുകളുണ്ട്. കുഞ്ഞു പൈതങ്ങളുടെയും അവരുടെ മാതാപിതാക്കളുടെയും തേങ്ങലുകൾ. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ലോകം മുഴുവനോടും പ്രഘോഷിച്ചതും ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാര നിമിത്തം കുരുതി കൊടുക്കപ്പെട്ടത് ലോകം പോലും ശരിക്കും കാണാതിരുന്ന പിഞ്ചുബാല്യങ്ങളായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്നത്? കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത യുഗമാണോ ക്രിസ്തുവിൻ്റെ ജനനം മൂലം ആഗതമായതെന്ന് നാം ചിന്തിച്ചു പോയേക്കാം. ഇവിടെയാണ് മനുഷ്യൻ്റെ ചിന്തകൾക്കതീതമായ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിവാക്കപ്പെടുന്നത്. ഈശോയുടെ ജനനത്തിനു വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തി കുഞ്ഞു പൈതങ്ങൾ സ്വർഗത്തിന് അവകാശികളായി തീർന്നപ്പോൾ ഇപ്പുറത്ത് ഭൂജാതനായത് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ്. സഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായി നാം വണങ്ങുന്നത് വിശുദ്ധ സ്റ്റീഫനെയാണെങ്കിലും സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വത്തിന് എത്രയോ മുമ്പ് കുഞ്ഞു പൈതങ്ങൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. സ്നേഹം നിറഞ്ഞവരെ, കുഞ്ഞു പൈതങ്ങൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം ഇതുതന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അത് വലിയ ദൈവമഹത്വത്തിന് വഴിയൊരുക്കുന്നു എന്നതാണ്. കുഞ്ഞു പൈതങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു സന്ദേശമെന്ന് പറയുക ദൈവം നിഷ്കളങ്കരെ ദൈവിക പദ്ധതിക്കായി ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ഫുൾട്ടൻ ജേഷിൻ തൻ്റെ ഡിവൈൻ റൊമാൻസ് എന്ന ഗ്രന്ഥത്തിൽ ആട്ടിടയന്മാരുടെ തിരഞ്ഞെടുപ്പിൻ്റെ കാരണമായി പറയുന്നത് അവർ നിഷ്കളങ്കരായിരുന്നു എന്നതാണ്. രക്ഷകന്റെ ജനനത്തിൽ ഉയർന്നുകേട്ട പിഞ്ചുബാല്യങ്ങളുടെ നിലവിളി ഇതേ നിഷ്കളങ്കതയുടെ പങ്കുചേരലാണ് എന്ന് നാം കരുതണം. അത് ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. നിഷ്കളങ്ക ഹൃദയത്തോടെ നമ്മോടും ആയിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ്. കുഞ്ഞുപൈതങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ സഹനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയെ തിരിച്ചറിയുവാനും നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.